അപ്പോ സുഹൃത്തുക്കളെ ഇന്ന് നമ്മളെല്ലാരും കൂടെ എന്റെ വീട്ടിൽ പോവാണ് അല്ലേ. അപ്പൊ ഇവരിനോട് കുറെ കാലമായിട്ട് പറയുന്ന ഒരു ആഗ്രഹമാണ് സാറിന്റെ വീട്ടിൽ വരണം അല്ലേ, കുറെ പറയണം. അപ്പൊ ഇന്ന് നോമ്പ് അല്ലെങ്കിൽ ഒരേ വീട്ടിൽ കൊണ്ടുപോകാന്ന് പറഞ്ഞിനി അല്ലേ. ഇന്നിപ്പോ ശനിയാഴ്ചയാണ്. അപ്പൊ അങ്ങനെ ഞങ്ങൾ എല്ലാരും കൂടെ എങ്ങോട്ട് പോവാണ്, പോകാണ്. അപ്പൊ ഞങ്ങളെ യാത്ര തുടങ്ങിട്ടോ. അപ്പൊ എല്ലാരും ഹാപ്പി അല്ലേ, സെറ്റല്ലേ? നമുക്ക് കുറെ പരിപാടികൾ ഇന്ന് ഫുഡൊക്കെ ഉണ്ടാക്കണ നമ്മൾ തന്നെയാണ് കേട്ടോ. അപ്പൊ ഞങ്ങളെ യാത്ര ആരംഭിക്കുകയാണ്. അപ്പൊ എടാ എന്തൊക്കെ പ്ലാനുകളൊന്ന് പറഞ്ഞു കൊടുത്താൽ അതിലൊക്കെയാണ്ട്. ആണോ? അപ്പോ ഞങ്ങള് വീട്ടിലെത്തില്ലേ, ഓക്കെ അല്ലേ? നമ്മള് വീട്ടിലേക്ക് എത്തി. നമുക്ക് കുറെ പ്ലാനൊക്കെ ഉണ്ട്. ഇനി നമ്മളെ ഫസ്റ്റ് പരിപാടി എന്താ? അത് ലാസ്റ്റ് പരിപാടിയാണ്. അല്ല ഈ ചൂടത്തെ ടർഫ് കളിക്കാൻ കഴിയില്ലല്ലോ. അപ്പൊ ഞാൻ പരിപാടി ടർഫൊക്കെ ഉണ്ടാവാന്ന് പറഞ്ഞിനി. അപ്പൊ നമ്മളിന്ന് പോകും അല്ലേ. അപ്പൊ നമ്മൾ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം നമ്മള് ടർഫ് പോകുന്നുണ്ട്, കളിക്കുന്നുണ്ട്. പിന്നെ കുറെ ഗെയിംസ് ഒക്കെ സെറ്റ് ആക്കണം നമുക്ക്. നമ്മളെ കുറെ ഗെയിംസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പൊ എല്ലാരും ഇവിടെ ഹാപ്പി അല്ലേ? അപ്പോ നമ്മളെല്ലാരും ഇവിടെ റെഡിയാണ്. അപ്പൊ ഫസ്റ്റ് ഞങ്ങൾ പോയി കണ്ട് ചായ കുടിക്കും അല്ലേ. ചായ കുടിക്കാൻ റെഡി അല്ലേ? ചായ ഇക്കണോ പോയോട്ടെ കേട്ടോ. ചായ ആയോ? ഞങ്ങൾ ഇരിക്കട്ടെ അവിടെ ഇരുന്നോള്, കസാര ഇട്ടാ മതി. എടാ വരി ചായ എടുക്ക. എല്ലാരും വരൂ ചായ എടുക്ക. ഇരിക്കേ അവിടെ എല്ലാരും കൊള്ളുന്ന ആൾക്കാരായിട്ടിരുന്നോളി. എന്നിട്ട് ബാക്കി അപ്പുറത്തേക്ക് ഇരുന്നോളി. ഇരിക്കൂ അവിടെ വെച്ചോ. അപ്പോ ഞങ്ങള് ബിരിയാണി ഉണ്ടാക്കാൻ വന്നപ്പോ ഉമ്മ പറഞ്ഞ് ബിരിയാണി ഉണ്ടാക്കണ്ട പറഞ്ഞു. അപ്പൊ ഉച്ചക്കൊക്കെ ആവൂല, അത് തിന്നാൻ കിട്ടൂല പറഞ്ഞു. അപ്പൊ നമ്മളെന്ത് ചെയ്തു, നമ്മളെന്ത് ഉണ്ടാക്കാറുണ്ട്? സാലഡ്. അപ്പൊ എന്താ വെച്ചാൽ എന്നാ ബിരിയാണി ഉമ്മും നെസ്വൊക്കെ ഉണ്ടായിക്കോട്ടെ, ഞങ്ങൾ എന്തുണ്ടാക്കാറുണ്ട്? സാലഡ് ഉണ്ടാക്കാറുണ്ട്. അപ്പൊ ഞങ്ങളിപ്പോ സാലഡ് ഉണ്ടാക്കാനുള്ള ഒരു പരിപാടിയിലാണ് അല്ലേ. അപ്പോ നമ്മൾ എന്തുണ്ടാക്കണമെങ്കിലും എന്ത് ചെയ്യും, ആദ്യം ഈ ഷെഫുമാരൊക്കെ എങ്ങനെയാണ് എന്ത് ചെയ്യാ, ഈ സംഭവം ഇടും. അപ്പൊ നമ്മളെല്ലാം ആണ് കേട്ടോ. സാറൊക്കെ സ്കൂളിൽ പുറത്തിറങ്ങി നമ്മൾ ഷെഫാവും. എന്താ ആവും നമ്മളാവും. കല്യാണ വീട്ടിൽ പോയാൽ കല്യാണ ചെക്കനാവും, മരണ വീട്ടിൽ പോയാൽ മയ്യത്താവും. അങ്ങനെ നമ്മൾ ഓരോ സ്ഥലത്തിനനുസരിച്ച് നമ്മൾ മാറും കേട്ടോ. അത്രേ ഉള്ളൂ, നമ്മൾ സീനാണെന്ന് പറഞ്ഞത്. അപ്പൊ ആദ്യം അല്ല ആദ്യം ഇത് കഴിക്കണ്ടേ, നിങ്ങളത് പോയി കഴിക്ക് വരി. നിങ്ങളെ കയ്യിലുള്ളൊക്കെ ബന്ധമൊന്നും കഴിയില്ല. അപ്പൊ ഇത് ഞാൻ ഈ ഉള്ളി അരിയാ കേട്ടോ. എല്ലാരും പോയി കഴിക്ക് വരി. എടാ നമ്മൾ ഉച്ചക്കൊക്കെ എന്താ ഉണ്ടാക്കണേ? ബിരിയാണി അല്ലേ? ഏത് അത് വേണ്ടത് 2 മതി. എടി ഈ 2 കഴിക്കാ പോരെ, ഈ 2 മതി. കണ്ണരി ഉണ്ടോ? അപ്പൊ ഉള്ളി എങ്ങനെ അരിയുണ്ട് വെച്ചാലേ, ഹലോ ഉള്ളി അരിയുണ്ട് എങ്ങനെ കേട്ടോ മക്കളെ, ഇങ്ങനെ അരിയുന്നു. പിന്നെ എങ്ങനെ വെച്ചിട്ടില്ലേ, എങ്ങനെയല്ലേ അരിയണ്ടേ? ഞാൻ കണ്ണ് ചിമ്മിയാണ്ട് അരിഞ്ഞാലോ? അതൊന്നുമില്ല, അതൊക്കെ നമ്മള് പ്രൊഫഷണലാണ്. ആണോ? നോക്കെ നമ്മൾ അരിയാൻ പോകട്ടോ. ഇത് അരിയൽ എങ്ങനെ അറിയോ, ഈ വലിയ കല്യാണ പന്തലൊക്കെ ഇങ്ങനെ അരിയണ്ടല്ലോ ഞങ്ങള്. അപ്പൊ എന്താ വെച്ചാൽ ഈ വിരലുണ്ടല്ലോ, ഇത് കത്തിന്റെ ഇവിടെ ഇങ്ങനെ വെക്കുക, എന്നിട്ട് നമ്മൾ കത്തി ഇവിടെ ഇങ്ങനെ വെക്കുക. അപ്പൊ ഇത് അരിയ, അപ്പൊ ആ വിരലവിടെ വെക്കുക, എന്നിട്ട് അടുത്ത അരിയ. കണ്ടോ, ഇതാണ്. എനിക്ക് അത്ര സ്പീഡില്ല, എന്നാലും കുറച്ചൊക്കെ സ്പീഡുണ്ട്, കണ്ടില്ലേ? എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാ, അപ്പൊ നമുക്ക് വാണ്ട കനത്തിൽ ഇങ്ങനെ അറിയാം. രുചിന്റെ കണ്ണേരിയുണ്ട്. രുചിന്റെ നാട് എവിടെയാണെന്ന് പറഞ്ഞെടുത്താ പറഞ്ഞോക്കെ. ബീഹാർ. പക്ഷെ എന്താ വെച്ചാൽ ഇപ്പൊ ഇവരെക്കാളും അടിപൊളിയായിട്ട് ആരും മലയാളം പറയും, രുചി മലയാളം പറയും അല്ലേ. സംഭവം രുചി ബീഹാറൊക്കെ ആണെങ്കിലും ഇപ്പോൾ കേരളക്കാരിയാണ് അല്ലേ രുചിയെ, അല്ലേ? അപ്പൊ കണ്ണേരി ഉണ്ടോ? പക്ഷെ എന്താ വെച്ചാല് എരിഞ്ഞാൽ ഇപ്പൊ എനിക്കും എരിയുണ്ട്, പക്ഷെ നമ്മള് സഹിച്ചിക്കണത് അവിടെ കരയാൻ തുടങ്ങി. എല്ലാരും കരച്ചിൽ തുടങ്ങിട്ടോ.
അപ്പൊ മക്കളെ ഇങ്ങനെയാണ് നമ്മൾ എന്താ അറിയാ ഉള്ളി അരിയണം കേട്ടോ. അത്ര കട്ടി പറ്റൂലേ? എന്നാ ബിരിയാണി ഞങ്ങൾ വെച്ചാലമ്മ ബിരിയാണി വെച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ വന്നിട്ട് കൊളാക്കണ്ടത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മൾ സാലഡ് ഉണ്ടാക്കണം. സാലഡ് ഞങ്ങൾ തന്നെ ഉണ്ടാക്കണം കേട്ടോ. മക്കൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടായിരിക്കെങ്കിലും? ഒരു ഡൗട്ടും ഇല്ലേ? നഞ്ഞു മുതൽ സ്കൂളിൽ കഞ്ഞിത്താത്തനോട് വരണ്ടാറ കേട്ടോ. നിങ്ങളാണ് വെക്കാൻ ഏൽപ്പിച്ചു കേട്ടോ. ഉറപ്പല്ലേ? ആ അങ്ങനെ ആക്കല്ലേ. അപ്പൊ അതിൻഷ ഒരു ഐഡിയ പറഞ്ഞേ, കഞ്ഞിത്താത്താന്റെ ക്ലാസ്സിൽ ഇരുത്തിയാണ്ട് ഞങ്ങള് കഞ്ഞിപ്പരിക്ക് വരാന്നാണ് അതിൻഷ പറഞ്ഞത് അല്ലേ. അപ്പൊ അത് നമുക്ക് റൈഫ് ടീച്ചറോട് പറഞ്ഞാണ്ട് എന്ത് ചെയ്യാ, പരിഗണിക്കാൻ പറ്റുമോ നമുക്ക് നോക്കാം. അപ്പൊ നിങ്ങൾ ക്ലാസ്സിലൊന്നും കയറണ്ട, കഞ്ഞിപ്പരിയിൽ ഇരുന്നാ മതി അല്ലേ. എന്താ നിങ്ങളൊക്കെ ഉസാറ് പോയിക്കോളി. നിങ്ങൾ അവിടെ നിന്ന് എവിടെ? ക്ലാസ് റൂമിലോ? അപ്പോ സംസ്ഥാന ഗവൺമെന്റിനോട് ഞങ്ങൾക്ക് പറയാനുള്ളത് അല്ലേ, ക്ലാസ്സിൽ ചൂടെടുത്തിട്ട് എന്ത് ചെയ്യാൻ വയ്യ, ഇരിക്കാൻ വയ്യ. അപ്പോ ഈ വലിയ വലിയ ഇന്റർനാഷണൽ സ്കൂളുകളിലേക്കുള്ള പോലെ ഞങ്ങളെ സ്കൂളിൽ എന്ത് വെച്ചേരണം, AC വെച്ചേരന്നാണ് വളരെ താഴ്മയായിട്ട് ഞങ്ങൾ ഈ ഒരു ഡൈനിങ് ടേബിളിന്റെ മുന്നിൽ ഇരുന്ന് ഞങ്ങൾ അപേക്ഷിക്കുകയാണ് സംസ്ഥാന ഗവൺമെന്റിനോട്. അപ്പോൾ ഇത് കാണുന്ന വിദ്യാഭ്യാസ വകുപ്പിന്റെ ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ഇത് പരിഗണിക്കാൻ പറ്റുമെങ്കിൽ പരിഗണിക്കണം. ഞങ്ങളുടെ ക്ലാസ് റൂമിൽ എത്ര AC ആണ് ഒരു ക്ലാസ് റൂമിൽ? 10 ഒരു ക്ലാസ്സിൽ 2 AC അല്ലേ. നമുക്ക് അത്യാഗ്രഹം 2 മതി. അപ്പോൾ 2 തലക്കൽ ഓരോ AC വീതം, ഓരോ AC. ഇനിയിപ്പോ നിങ്ങൾ സ്കൂളിൽ നിന്ന് വന്നാലും വേറെ കുട്ടികൾ വരൂലേ? അതല്ല, നിങ്ങളെ ആൾക്കാർ ഇറക്കണില്ലല്ലോ, നിങ്ങൾക്ക് മാത്രം മതി പറഞ്ഞ്. അല്ലെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം, ഇനിയിപ്പോ നിങ്ങൾ പോണ സ്കൂളിലൊക്കെ എന്തായാലും AC വേണ്ടി വരില്ല. അപ്പൊ അത് നമ്മൾ മൊത്തത്തിൽ നമ്മളതാ ഗവൺമെന്റിനോട് പറഞ്ഞത്. ഇനി അല്ല ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും സ്പോൺസർ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ കോലി തന്നോട്ടെ അല്ലേ. നമുക്കിപ്പോ ഗവൺമെന്റിന് തരണമൊന്നുമില്ലല്ലോ, നമുക്ക് AC ഇട്ടേ പോരെ. അപ്പോ സുഹൃത്തുക്കളെ, ഞങ്ങളെ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ഞങ്ങളെ ക്ലാസ് റൂമുകളിലേക്ക് അല്ലേ AC തരാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളുമായി ബന്ധപ്പെടണം. അപ്പോ ആ AC നമ്മൾ എന്ത് ചെയ്യും, സ്വീകരിക്കുന്നതാണ് അല്ലേ. ഇവിടെ കൈയടിക്കാൻ ആരും തന്നെ നമ്മക്ക് തന്നെ കൈയടിക്കാം. ഇനി ഒരു റാപ്പ് പാട്ടുപാടി. ആ ഒരു റാപ്പ്. ഏത് റാപ്പാണ്? അടിപൊളി അടിപൊളി അടിപൊളി. ആ ഞാൻ ഇപ്പൊ ഇതാണ് പഠിപ്പിച്ചേക്കണേ. ഇതൊക്കെ സ്കൂളിൽ പഠിക്കണല്ലോ. അതൊക്കെ റാപ്പ് സോങ് ആണ്, ഇതൊക്കെ ന്യൂജൻ സോങ്സ് ആണ്. ഊണിന്റെ മേലെ സ്കൂളിൽ പഠിച്ച അല്ലേ? ഏയ് ഇനിയിപ്പൊ അതും കൂടി പഠിപ്പിച്ചാൽ കുറേ കേൾക്കുള്ളൂ. ആ കോലേനെ ഒറ്റക്ക് പഠിച്ചു. ആ ആരൊക്കെ കരഞ്ഞത്? ഇത് നമ്മക്ക് ഏറ്റെടുക്കേണ്ടില്ലേ? കണ്ടെന്ന് വളർന്നു പോയാലോ. അപ്പൊ നമുക്ക് നിർത്താം, തോലന്നെ മുഴുവനായിക്കോട്ടെ. അപ്പൊ ഞങ്ങൾ അവസാനിപ്പിച്ചു, ഞങ്ങൾ പോകുന്നു. അമ്മേ ഞങ്ങൾ ഇറങ്ങുകയായി. തരോ തരോ ഈ പരിപാടി നമുക്ക് പറ്റൂല അല്ലേ. നമുക്ക് ഫുഡ് ആകുമ്പോ വരിക, കഴിക്കാൻ പോവുക, അതൊക്കെ നമുക്ക് പറ്റുള്ളൂ.
അപ്പൊ നമ്മളതായ പരിപാടികളിലേക്ക് പോവാണ്. അമ്മേ ഞങ്ങൾ ഇറങ്ങുകയായി. ഞാൻ എല്ലാ വർഷവും അതായത് ലാസ്റ്റ് പോണ കുട്ടികളെ വീട്ടിൽ കൊണ്ടുവരലുണ്ട്. കഴിഞ്ഞ വർഷം എന്തോ ഒരു ഇതുകൊണ്ട് കൊണ്ടുവരാൻ പറ്റില്ല, അതിന് 9 വർഷം കൊണ്ടുവന്നു കേട്ടോ. അപ്പോൾ ഇപ്രാവശ്യം ഇവർ സ്കൂളിൽ നിന്ന് പോകുന്ന കുട്ടികളാണ് അപ്പോൾ ഓരെയും കൊണ്ടുവന്നത്. അപ്പോൾ ഉച്ചക്കൊക്കെ നമ്മൾ ഒരു ബിരിയാണിയാണ് സെറ്റാക്കിയിരുന്നത്. അപ്പോൾ ഞാൻ രാവിലെ ഞാൻ പോയി കൊണ്ടുവരുന്നതിന് മുമ്പ് ഞാൻ രാവിലെ എന്ത് ചെയ്ത് സുബൈക്കാരനെ പോയി കണ്ട് ഇതൊക്കെ കൊണ്ടുവന്ന് ഇറച്ചിയും അരി സാധനങ്ങൾ വെക്കാൻ സംഭവങ്ങളൊക്കെ കൊണ്ടുവന്ന്. പിന്നെ ഇമ്മുമാണ് ഇത് ഫുള്ള് വെച്ചത് കേട്ടോ. ഇമ്മും നശ്വി ഉണ്ട്. അപ്പോൾ രണ്ടാളും രാവിലെ നിന്നാണ് ഇതിന്. അപ്പോൾ രണ്ടാളുമാണ് ഇത് വെച്ചത്. അപ്പോൾ നമ്മളെ ചോറ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ചോറ് റെഡിയായി. അപ്പോൾ റെഡി ആയപ്പോൾ ഞാൻ എന്ത് ചെയ്ത് ഇത് ഇങ്ങനെ മാറ്റി കുത്താൻ വേണ്ടി പോകുന്നതാണ്. നല്ല ടേസ്റ്റ് ഉണ്ട് ചിക്കനൊക്കെ. അപ്പം ഇനി എന്ത് ചെയ്യാണ്, നമ്മളിത് വെതറാണ് കേട്ടോ. അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഇട്ടു. ഐഷോ ഇനി സ്കൂളിൽ ഞാൻ തന്നെയാണ് ബിരിയാണി വെക്കണമെന്ന് ഇളക്കൽ കേട്ടോ. ബിരിയാണിയൊക്കെ വെച്ച് സെറ്റായി ഇളക്കാൻ നേരത്തെ താത്തന്നെ വിളിക്കും. ക്ലാസ്സിലൊക്കെ ആണെങ്കിൽ താത്തന്നെ ഒന്ന് വിളിക്കും. എന്നിട്ട് ഞാൻ പോയി എന്ത് ചെയ്യും, ഇളക്കി കൊടുക്കും. ഹലോ ഗൈസ്, ഫുഡ് കഴിക്കണ്ടേ? റെഡിയാണ് എല്ലാവരും? ഓക്കെ. അപ്പൊ ഫുഡ് ഇമ്മുടെ പ്ലേറ്റിലൊക്കെ വിളമ്പണുള്ളൂ. അപ്പൊ വിളമ്പി റെഡി ആക്കിയിട്ട് നമുക്കവിടെ പോവാം. പോരെ? എല്ലാവരും നല്ല എൻജോയ് ചെയ്യണില്ലേ? കളിയൊക്കെ നടക്കണില്ലേ? ഓക്കെ. ബാക്കി നമ്മൾ ഫുഡ് ചെയ്യേണ്ട നമുക്ക് സെറ്റ് ആക്കട്ടോ. ഓക്കെ. എടാ നിങ്ങൾക്ക് എന്താ പരിപാടി? പെസ് കളിക്കേ? അപ്പൊ കുറച്ച് ടീം കൂടെ പെസ് കളിക്കുന്നുണ്ട് കേട്ടോ. ഫുഡ് റെഡി ആവാനേക്കണേ ആയിട്ട് നമുക്ക് പോയി ഫുഡ് കഴിക്കാം. എന്നിട്ട് നമുക്ക് നമ്മളെ ഗെയിംസ് ഒക്കെ നടത്തിയിട്ട് നമുക്ക് പിന്നെ ടർഫ് പോവാം. അപ്പൊ നമ്മളെ ഫുഡ് റെഡി ആയില്ലേ? നിദ്ര ഓക്കെ അല്ലേ? ഫുഡൊക്കെ റെഡി അല്ലേ? ഓക്കെ. അപ്പോൾ ഞങ്ങളെല്ലാവരും ഫുഡ് കഴിക്കാൻ വേണ്ടി റെഡി നിൽക്കണം ഇവിടെ. അപ്പോൾ ഇതാ ഇമ്മു നല്ല അടിപൊളി സ്വാദിഷ്ടമായ എന്താ നമുക്ക് ഉണ്ടാക്കി നിൽക്കണേ? ബിരിയാണി ഉണ്ട്, ചിക്കൻ മസാല അല്ലേ, ചിക്കൻ പൊരി. അതെ, നമുക്ക് ഡെക്കറേറ്റ് ചെയ്തോണ്ടൊക്കെ തന്നിക്കണല്ലേ? ഓക്കെ. ഇതിക്ക് കുറച്ചും കൂടി സാധനം വരാണ്ട്, സാലഡൊക്കെ വന്നിക്കണോ? ഓക്കെ. അപ്പൊ ഇതിക്ക് കുറച്ചുകൂടി സാധനം വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യട്ടെ ഞങ്ങള് അല്ലേ? വേഗം കൊണ്ടുവരൂ. സാലഡ് ഉണ്ടോ? ഇതങ്ങട്ട് ഓക്കെ. നോക്കാം. എടാ എങ്ങനെയുണ്ട് ബിരിയാണി? സെറ്റ് അല്ലേ? നിസ്വത്താക്ക് ഫ്രീ പ്രൊമോഷൻ. ഇതാരുണ്ടാക്കിയ? ഇമ്മിൻ നശ്വത ആദ്യം പാടെ ഉണ്ടാക്കിയ കേട്ടോ. സാധനം ടേസ്റ്റ് ഉണ്ട് അല്ലേ? പിന്നെ നാളെ മുതൽ നോമ്പ് തുടങ്ങല്ലേ? നോമ്പ് എടുക്കും എല്ലാവരും. അപ്പം നിങ്ങൾ ഈ വർഷം പോണ കുട്ടികളാണ് അല്ലേ? എങ്ങനെയുണ്ടായി ഈ ഒരു കൊല്ലം? അടിപൊളി. നിങ്ങൾക്ക് എന്നോട് ദേഷ്യം ഉണ്ടോ? നിങ്ങളെ ചീത്ത പറഞ്ഞൊക്കെ എന്തിനേനും അറിയോ? എന്തിനാണ്? നല്ലതിനാണ് പറഞ്ഞത് കേട്ടോ. അപ്പം അതൊക്കെ ആ മൈൻഡിൽ എടുക്കാം. എന്നാലും നിങ്ങളെല്ലാ ഇഷ്ടത്തിന് ഞാൻ നിന്നറില്ലേ? കുറച്ചൊക്കെ ഞാൻ നിങ്ങളിങ്ങനെ അങ്ങനെ ആവുമ്പം എന്ത് ചെയ്യും? പക്ഷെ നിങ്ങളെ തല്ലലുണ്ടോ? ഇല്ല. ആർക്കെങ്കിലും അടിയിട്ടിക്കണോ ഇതുവരെ? കിട്ടിയില്ല. ആരെ? ഫസിനെ. ഒക്കെ നമ്മള് ഫസിനൊന്ന് കുലുക്കിക്കണേ. പക്ഷെ അടിച്ചിട്ടില്ലല്ലോ? ഇല്ല. അപ്പം തമാശക്ക് നമ്മൾ അടിക്കലുണ്ട് അല്ലേ? ഓക്കെ. അപ്പോൾ ഒക്കെ നിങ്ങൾ നല്ലതിനാണ്. അപ്പം നിങ്ങൾ 5ാം ക്ലാസ്സിക്ക് ഏത് സ്കൂളിൽ പോയാലും എന്ത് ചെയ്യണം? ഇതേപോലെ ഏത് സ്കൂളിലായാലും നിങ്ങൾ നല്ല കുട്ടികളേനി ആ ഒരു സ്വഭാവങ്ങൾ അവിടെ എന്ത് ചെയ്യണം? കാണിക്കണം. പിന്നെ നല്ല നല്ല കൂട്ടുകാരെ തിരഞ്ഞെടുക്കുക അല്ലേ? അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം? ശ്രദ്ധിക്കണം. എന്തെങ്കിലുമൊക്കെ നമുക്ക് പറ്റാത്ത കാര്യങ്ങളൊക്കെ ചെയ്യുന്ന കൂട്ടുകാരോടൊന്നും പോയി കണ്ട് എന്ത് ചെയ്യരുത്? കമ്പനി ആകരുത് കേട്ടോ. നിങ്ങളിപ്പോൾ എന്തായാലും ഒരുവിധമൊക്കെ എല്ലാവരും ഒരു സ്കൂളിൽ തന്നെ നിൽക്കാറല്ലേ? അപ്പോൾ ഒരേ ക്ലാസ്സൊക്കെ ആണെങ്കിൽ നിങ്ങൾ തന്നെ നല്ല കമ്പനി ആകുക. പിന്നെ നല്ല കൂട്ടുകാരൊക്കെ നിങ്ങളെ കമ്പനിക്ക് എടുക്കുക. ഓക്കെ. അപ്പോൾ അതൊക്കെ എല്ലാവരും ശ്രദ്ധിക്കുക കേട്ടോ. നല്ല റൈഫ് ടീച്ചറൊക്കെ പറഞ്ഞെന്നൊക്കെ കേട്ടില്ലേനോ? അപ്പോൾ ഓരോരുത്തർ കാലും കൊണ്ടുകൂടെ വരൂ. നിൽക്കി ആദ്യം ബലൂണ് ഇങ്ങോട്ടാ.
ആ പറയടാ. നിക്ക് 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 നിക്കൂ നിക്കൂ സുഹൃത്തുക്കളെ നിക്കൂ. ബാ കാലുണ്ടാ ആയില്ലേ. ബാ അപ്പൊ സ്റ്റാർട്ട് ചെയ്യാട്ടോ. അവിടെ അതിന്റെ അപ്പുറത്തേക്കും പോരുത്, ഇവിടെ ഇതിന്റെ അപ്പുറത്തേക്കും പോരുത്. സ്റ്റാർട്ട് സ്റ്റാർട്ട്. എടാ ഇന്റെ പൊട്ടിച്ചോ. എടാ പൊട്ടിയാൽ മാറിക്ക്, പൊട്ടിയാൽ മാറിന്നോളി. ആര് അവിടെ ഇട്ടോ അവിടെ ഇട്ടോ. ഇന്റെ പറയാ കുട്ടി പൊട്ടിച്ചേ. എന്നാ അവപ്പല്ല അവിടെ പോയി പൊട്ടിച്ചോ. ആ നെഹറിന് പൊട്ടി, നെഹറിന് പൊട്ടി. ആ പൊട്ടി വേ കെട്ടിയിട്ട് കണ്ടോ. എടാ പിടിച്ചാ പിടിച്ച് കല്ലുമ്പ തട്ടി പൊട്ടിയാലൊക്കെ ഔട്ടാണ്. ഇനി അങ്ങനെ പൊട്ടിയാലും ഔട്ടാണ്. ആ പൊട്ടിയ ഔട്ടാണ്. ചവിട്ടി പൊട്ടിയ ഔട്ടാ. പോരുതി പോരുതി പോരാടി റോജി പോരാടി. ഇനിയിപ്പോ വേണ്ടോ. ആ വേ പൊട്ടിച്ചളിയെ. കൈയടിക്ക് കൈയടിക്ക് കൈയടിക്ക്. ആ ആ ആ ആ എടാ ഇവിടെ ചവിട്ടാതാക്കണ, ഇവിടെ ബാക്കിലാക്കണ്. ഇതോ ആരടാ ആരടാ ഇവിടെ അല്ലേ എല്ലാ. ആ ആണ് കാല് തട്ടിക്കണ്. എന്നാ മാറി കൊടുക്ക്. ഷെഫിക്ക് സൈഡ് എടുക്ക് നോക്ക്. ഓക്കെ റെഡി 1 2 3 സ്റ്റാർട്ട്. ആ അല്ലമീ പോയി. ആ ഫാസി കഴിച്ചു ഫാസി കഴിച്ചു. നമ്മളങ്ങോട്ടാ പോണേ. അപ്പൊ നിങ്ങൾ എന്നോട് ഈ കൊല്ലം തുടങ്ങിയന്ന് മുതൽ പറയണ്ട എന്ത്? ആ ഗ്രൗണ്ടിൽ പോകണം ഗ്രൗണ്ടിൽ പോകണം അല്ലെ. നമ്മളെ സ്കൂളിന്റെ താഴത്തിൽ RRCക്ക് പോകണം നിങ്ങൾ പറഞ്ഞിരുന്നത്. പക്ഷെ അതിന്റെ പകരം ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യാണ്? ടർഫിക്ക് പോകണ്ടോ? നിങ്ങളുടെ ആഗ്രഹം പോലെ തന്നെ നമ്മൾ ടർഫ് പോകണം. ഹാപ്പി അല്ലേ? ഓക്കെ ഓക്കെ. അപ്പൊ ടർഫ് പോയിട്ട് നമുക്ക് കുറച്ചു നേരം കളിച്ചിട്ട് പിന്നെ ഇവിടെ വീട്ടിൽ വന്ന് നമുക്ക് ചായ കുടിച്ചിട്ട് എന്ത് ചെയ്യാം? വീട്ടിലേക്ക് തിരിച്ചു പോവാം. കൊറിയന്റെ ചായ ആണോണ്ട്? കൊറിയന്റെ ചായക്ക് ഫാൻസ് ഉണ്ട് അല്ലേ? അപ്പൊ സുഹൃത്തുക്കളെ നമ്മളെ കുട്ടികൾക്ക് എല്ലാവർക്കും നമ്മളെ കൊറിയൻ ടച്ച് ചായ വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? കൊറിയൻ ടച്ച് ചായ ഉണ്ടാക്കാം നമുക്ക് കേട്ടോ. അതിന്റെ സാധനങ്ങളാണ് ഉണ്ടാക്കാനൊക്കെ നമുക്കറിയാം, പക്ഷെ അതിന്റെ സാധനങ്ങൾ അവിടെ ഉണ്ടാവും. എന്റെ വീട്ടിൽ വന്ന് നിങ്ങൾ പറഞ്ഞ പോലെ എല്ലാ കാര്യങ്ങളും ഞാൻ എന്ത് ചെയ്തു ചെയ്തത്. അപ്പൊ എനിക്കൊരു കാര്യം പറയല്ലോ എന്തോ. ഇപ്പൊ നിങ്ങൾ ഇന്ന് രാവിലെ ഒരു വാർത്ത കേട്ടോ, നിങ്ങള് ഒരു 10ാം ക്ലാസ് പഠിക്കുന്ന ഒരു കുട്ടീനെ എന്താ ചെയ്തിക്കണത്? കൂടെയുള്ള കുട്ടികളാണ് എന്ത് ചെയ്തത്? തല്ലി കൊന്നത്. അപ്പോ അത് ശരിയാണോ? ശരിയാണോ? അല്ല. അപ്പൊ ഞാൻ നിങ്ങളോട് എപ്പോഴും പറയലുണ്ട്, നമ്മൾ ഇനിയിപ്പോ വലിയ ക്ലാസ്സിലൊക്കെ പോവാണേ. ഇപ്പൊ നിങ്ങൾ 4ാം ക്ലാസ്സിൽ എത്തുമ്പോഴൊന്നും വലിയ കുഴപ്പമുണ്ടാവില്ല. പക്ഷെ ഇനി 5, 6, 7 ഇതൊക്കെ ഭയങ്കര പ്രശ്നങ്ങളില്ല ക്ലാസ്സായി മാറിപ്പോ. അപ്പൊ നിങ്ങൾ ഇനി വലിയ ക്ലാസ്സിലൊക്കെ പോകുമ്പോൾ അതായത് നിങ്ങളായിട്ട് ഒരാളെ എന്ത് ചെയ്യാൻ പോകരുത്, വേദനിപ്പിക്കാൻ പോകരുത്. മനസ്സിലായോ? പിന്നെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് നിങ്ങളായിട്ട് എന്ത് ചെയ്യരുത്, തീർക്കരുത്. അതിനാണ് സ്കൂളിൽ ആരുള്ളത്? ടീച്ചർമാരുള്ളത്. അല്ലെങ്കിൽ വീട്ടിൽ പോയിട്ട് ആരോട് പറയണം? രക്ഷിതാക്കളോട് പറയണം. അപ്പോൾ ഒരു സ്കൂളിൽ ബന്ധപ്പെട്ടിട്ട് എന്താ സംഭവം പറയും. അപ്പോൾ ടീച്ചേഴ്സ് അന്വേഷിച്ചിട്ട് എന്ത് ചെയ്യും? ഒരു കൃത്യമായ തീരുമാനം എടുക്കും. അല്ലാതെ നിങ്ങളായിട്ട് എന്ത് ചെയ്യരുത്, ഒരാളെ തല്ലാനും അതാക്കാനും ഒന്നും എന്ത് ചെയ്യരുത്, പോകരുത്. അത് ശരിയല്ല. ഇനിയിപ്പം നമ്മളെ സ്കൂളിൽ നിന്ന് ഇറങ്ങിപ്പോയി നിങ്ങളൊക്കെ ഇനി വലിയ കുട്ടികളാകാൻ പോവാണ്. ഇനി എൻ്റെ മുന്നിൽ ഞാൻ നിങ്ങളാരും എന്ത് ചെയ്യാൻ പാടില്ല, അങ്ങനെ ഒരു കച്ചറ കുട്ടികളായിട്ട് എന്ത് ചെയ്യാൻ പാടില്ല, കാണാൻ പാടില്ല. അങ്ങനെ നിങ്ങളെ കണ്ട ഞാൻ വന്ന് നിങ്ങളെ തല്ലും. മനസ്സിലായോ? ഇതുവരെ നിങ്ങൾക്ക് ഇങ്ങനെ തട്ടിയിട്ടില്ലല്ലോ. അപ്പോൾ നിങ്ങളാരെങ്കിലും ഇനിയിപ്പോൾ വലിയ ക്ലാസ്സിലേക്ക് നിങ്ങൾ നമ്മുടെ സ്കൂളിൻ്റെ ചുറ്റുവട്ടത്തിലെ വേറെ സ്കൂളിലേക്കൊക്കെയാണ് പോകുന്നത്. അപ്പം ഞാൻ എന്തായാലും അതിൽ ഇതിലൊക്കെ പോകുമ്പോൾ നിങ്ങളൊക്കെ എന്ത് ചെയ്യും, കാണും. അപ്പം നിങ്ങൾ ആരെങ്കിലും ഏതെങ്കിലും മോശം സാഹചര്യത്തിലോ എന്തിലെങ്കിലും കണ്ട ഞാൻ നിങ്ങൾ എന്ത് ചെയ്യും, തല്ലും. ഇന്ന് കിട്ടാതെ അന്നിൻ്റെ അടുത്ത് കിട്ടും. അപ്പം എന്ത് ചെയ്യണം? നല്ല രീതിയിൽ, അതായത് നമ്മൾ എന്താ ചെയ്യേണ്ടവരോ, നമ്മൾ എന്ത് പ്രശ്നം ഇനിയിപ്പോൾ നിങ്ങൾ വലിയ ക്ലാസ്സിലൊക്കെ പോകുമ്പോൾ എന്താ വെച്ചാൽ, അതായത് പല സ്വഭാവമുള്ള കുട്ടികളവിടെ ഉണ്ടാവും.
മോശം സ്വഭാവമുള്ള കുട്ടികളുണ്ടാവും. ഓലോട് നിങ്ങൾ എന്ത് ചെയ്യരുത്, കൂടരുത്. കാരണം എന്താ വെച്ചാൽ അങ്ങനെ കൂട്ടിക്കൊടുക്കാൻ നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾ അതിലേക്ക് എന്ത് ചെയ്യും, പോകും. ആ തെറ്റിലേക്ക് നിങ്ങളും പോകും. അപ്പോൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, അത് ചെയ്യരുത്. അതേപോലെ നിങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും തെറ്റിലേക്ക് പ്രേരിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ആരോട് പോയി പറയണം? ഒന്നെങ്കിൽ സ്കൂളിലെ ടീച്ചേഴ്സിനോട് പോയി പറയണം, അല്ലെങ്കിൽ എന്ത് ചെയ്യണം, വീട്ടിൽ പോയിട്ട് രക്ഷിതാക്കളോട് പറയണം, ഓനോട് ഇന്ന മോശപ്പെട്ട കാര്യം ചെയ്യാൻ പറഞ്ഞിട്ടോ, ഉമ്മ അല്ലെങ്കിൽ ടീച്ചറെ ഓനോട് ഇന്ന കാര്യം പറഞ്ഞിട്ടോ. ആ രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഇടപെടണം. ഇനി നിങ്ങൾക്ക് ഓരോട് ആരോടും പറയാൻ പറ്റില്ല, നിങ്ങൾക്ക് ആരോടും അറിയാം, ഇന്നോട് വരാം. അപ്പോൾ അതിൻ്റെ തീരുമാനം ഞാൻ കണ്ടെത്തി തരും. അപ്പോൾ നിങ്ങൾ വളരെ ഗൗരവമായിട്ട് ഇപ്പം എന്താ വെച്ചാൽ നമ്മൾ ചാനലുകളും കാര്യങ്ങളൊക്കെ തുറന്നു കഴിഞ്ഞാൽ എന്നും കൊലപാതകങ്ങളും അല്ലേ. ഇപ്പോൾ അതിൻ്റെ 2 ദിവസം മുമ്പ് കണ്ടില്ലേ, ഒരു ചങ്ങായി ഓൻ്റെ കുടുംബക്കാരായ 5 ആളെ, കാരണം സ്വന്തം ഉമ്മാനെ വരെ എന്ത് ചെയ്യാണ്, അഫാൻ അല്ലേ. അപ്പം നിങ്ങൾ വാർത്തയെ കാണുന്നുണ്ട്. അനിയന് മന്തിയൊക്കെ വാങ്ങിക്കൊടുത്ത് അനിയനെ കൊല്ലുക, ഉമ്മാനെ കൊല്ലാൻ നോക്കി. ഇമ്മ എന്തോ ഭാഗ്യത്തിന് എന്ത് ചെയ്ത് രക്ഷപ്പെട്ടു. അതെ. അതായത് എന്തോ ഭാഗ്യത്തിന്, അതായത് സ്വന്തം ഉമ്മാനെയും വാപ്പാനെയും വരെ കൊല്ലാൻ ഒരു മടിയില്ലാതെ കുട്ടികൾ എന്ത് ചെയ്യുക, മാറണം. അതെന്താ അറിയോ, അവർ ഈ വലിയ ക്ലാസ്സിലേക്ക് എത്തുന്ന സമയത്ത് മാരകമായ ലഹരി പദാർത്ഥങ്ങൾ എന്ത് ചെയ്യാണ്, ഉപയോഗിച്ചാണ്ട് ബോധം നഷ്ടപ്പെടുകയാണ്. ഒരിക്കൽ നമ്മളെ വീട്ടുകാരാണ് ഇതിൻ്റെ ബാക്കിക്കാരാണെന്നുള്ള ചിന്ത പോലും ഇല്ലാതെ ആവുകയാണ്. അപ്പോൾ അങ്ങനെ നിങ്ങൾ ഇനി വലിയ ക്ലാസ്സിലെത്തുമ്പോൾ നമ്മളെ മുന്നിൽ എന്താ പറയുക, പല സാഹചര്യങ്ങളും ഉണ്ടാവും തെറ്റിലേക്ക് ഇങ്ങനെ പോകാൻ. അപ്പോൾ നമ്മൾ ആദ്യം ആരോഗ്യം നമ്മളെ വീട്ടുകാരെയാണ്. മനസ്സിലായോ? നമ്മളെ വീട്ടിലൊരു ഉമ്മ ഉണ്ട്, ഒരു വാപ്പുണ്ട് അല്ലേ. ഓര് നമ്മളെ കഷ്ടപ്പെട്ട് വളർത്തുന്ന എന്തിനാണ് അല്ലേ, നമ്മളെ നാടിനും സമൂഹത്തിനും വീട്ടുകാർക്കൊക്കെ ഒരു ഉപകാരം കിട്ടാൻ വേണ്ടിയിട്ടാണ്. അല്ല അതേപോലെ തോന്നിയ ദിവസം കാട്ടി നടന്നുകൊണ്ട് പോലീസുകാരും പിടിച്ച് ജയിലിൽ കൂടെ കയറി ഇറങ്ങി നടക്കാനാണോ? നിങ്ങളിപ്പോൾ ആലോചിച്ച് നോക്കി, ആ കുട്ടികളെ കൊന്ന ആ പേരൻസ് ഇപ്പോൾ ഒരു 5 ആൾ കൂടിയിട്ടാണ് ആ കുട്ടീനെ തല്ലി കൊന്നിക്കണെന്നല്ലേ. 5 ആൾ കൂടി മറ്റേ നെഞ്ചാക്കൊണ്ടൊക്കെ നെഞ്ചിനൊക്കെ കുത്തി തലക്കും എല്ലാം ഇടിച്ച് തലക്കൊക്കെ നല്ല പരിക്കേറ്റാണ് കുട്ടി എന്ത് ചെയ്തിരിക്കണത്, മരിച്ചിരിക്കണത്. അപ്പം ആ കുട്ടീൻ്റെ പേരൻസിൻ്റെ അവസ്ഥ ആലോചിച്ച് നോക്കി, ആ കുട്ടികളെ 5 കുട്ടികളെ പേരൻസിൻ്റെ അവസ്ഥ. ഇനി വല്ല ജുവനൽ ജസ്റ്റിസ് ഹോമിലോ അതായത് ഓർക്കുണ്ടായിരുന്നു ചിലപ്പോൾ ആകെ ഉണ്ടായിരുന്ന കുട്ടികൾ അയറ്റാൾ ഇനി പോയി കിടക്കണ ജയിലിലൊക്കെയാണ്. അപ്പം എന്താ വെച്ചാൽ നമ്മളെന്ത് ചെയ്യണം, നമ്മളെ വീട്ടുകാരെ ഓർക്കണം, നമ്മളെ വീട്ടുകാർക്ക് പറ്റിയ കാര്യങ്ങൾ മാത്രം എന്ത് ചെയ്യുക. അതായത് നമ്മൾ പലതിനും നമ്മൾ ചിലപ്പോൾ കുറച്ച് വിട്ടുവീഴ്ചയൊക്കെ ചെയ്യേണ്ടി വരും. മനസ്സിലായോ? ഈ സ്കൂളിൽ നിന്ന് ടീച്ചർമാർ അധ്യാപകരൊക്കെ നിങ്ങൾ ചീത്ത പറയണം വഴക്കറിയണൊക്കെ എന്താണ്, നിങ്ങൾക്ക് ഇപ്പോൾ അടി കിട്ടലുണ്ടോ? ഇല്ല. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഞങ്ങളൊക്കെ ചെറുപ്പത്തിൽ ഞങ്ങളെ സ്കൂളിൽ എത്ര അടിയും കിട്ടിയെന്ന് പറഞ്ഞു, അടി തന്നെ കിട്ടിയ പാടം ഇങ്ങനെ കിടക്കുകട്ടെ. അതുകൊണ്ട് എന്താണ് നമ്മൾ ആ തെറ്റിലേക്ക് പിന്നെ എന്ത് ചെയ്യൂല, പോകൂല. ഇത് നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് അടിയിട്ടില്ല, സ്കൂളിൽ നിന്ന് അടിയിട്ടില്ല, വീട്ടിൽ നിന്ന് കിട്ടലുണ്ടോ? അതെന്തോ ഈ വീട്ടുകാർ തല്ലണം എന്തിനോ, അതിന് നിങ്ങൾ വീട്ടുകാരോട് ദേഷ്യം കാട്ടരുതിട്ടോ. നമ്മളെ ഉമ്മയാണ്, നമ്മളെ വാപ്പയാണ്, അല്ലെങ്കിൽ നമ്മളെ ഏട്ടന്മാർ, നമ്മളെ താത്തമാർ അല്ലേ. ഈ ജ്യേഷ്ഠതിമാരും അതേമാതിരി ജ്യേഷ്ഠന്മാരൊക്കെ നമ്മളെ തല്ലിനൊന്നും ഒരു കുഴപ്പമില്ല. കാരണം എന്താണ്, ഓൽക്ക് അതിനുള്ള അധികാരമുണ്ട്. നമ്മൾ തെറ്റ് ചെയ്തിട്ട് നമ്മളെ ചെയ്യുമ്പോൾ നമ്മളെ തല്ലേണ്ട ഓലൊക്കെ തന്നെയാണ് അല്ലേ. വെറുതെ നിങ്ങൾ വീട്ടിൽ തമാശക്കാരുടെ നിങ്ങൾ വീട്ടുകാരോട് പോയി പറയാം, അതുപോലെ പരിഹാരം കണ്ടെത്തിക്കോളും. ഞാൻ പറയണ കാര്യത്തിന് ചിലപ്പോൾ തല്ലും, ചിലപ്പോൾ നിങ്ങൾ എന്തെങ്കിലും മോശപ്പെട്ട കാര്യം അല്ലെങ്കിൽ നിങ്ങൾ മോശപ്പെട്ട എന്തെങ്കിലും ഒരു കൂട്ടുകെട്ട് കൂടിനെ കണ്ടാൽ ചിലപ്പോൾ വീട്ടിൽ ചെല്ലുമ്പോൾ ഏട്ടനോ ഏട്ടത്തേക്ക് എന്ത് ചെയ്യും, ചിലപ്പോൾ തല്ലും. അത് നിങ്ങൾ നിങ്ങൾ ബാധ്യസ്ഥരാണ്. അതുകൊണ്ട് നിങ്ങൾ പിന്നെ എന്ത് ചെയ്യരുത്, ആ തെറ്റിലേക്കോ അല്ലെങ്കിൽ ആ കൂട്ടുകെട്ടിലേക്കോ എന്ത് ചെയ്യരുത്, പോകരുത്. അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യമൊക്കെ ഓർമ്മയിൽ വെക്കുക കേട്ടോ. വളരെയധികം ശ്രദ്ധിച്ച് നല്ല രീതിയിൽ നിങ്ങളെ ഇനി മുന്നോട്ടുള്ള എല്ലാ ക്ലാസ്സുകളും ഇതൊക്കെ എൻ്റെ മുന്നിൽ കൂടെ തന്നെ കാര്യങ്ങളൊക്കെ പഠിക്കാനും ഇതിനൊക്കെ പോണത്. അപ്പോൾ എന്തെങ്കിലും തെറ്റാണ്ടോ ഞാൻ അവിടെ കയറി ഇടപെടും. കാരണം നിങ്ങൾ നമ്മളെ അടുത്ത് നിന്ന് പഠിച്ചു പോണ കുട്ടികളാണ് കണ്ടോ. നമ്മളാരും നിങ്ങളെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാനൊന്നും പഠിപ്പിച്ചില്ലല്ലോ, ഇല്ല. അപ്പോൾ ഇനി നിങ്ങൾ പോകുന്ന സ്ഥലത്ത് നിന്ന് എന്ത് ചെയ്യാൻ പാടില്ല, പഠിക്കാൻ പാടില്ല. അങ്ങനെയല്ല ഒരാളപ്പം നിങ്ങളെ കാണാനും പാടില്ല, കേട്ടില്ലേ? ഓക്കെ, അങ്ങനെ നിങ്ങൾ കളിക്കല്ലേ? ഓക്കെ, വരി. അടിച്ചോ എടുത്തോ പോട്ടെ. എങ്ങനെ നോക്കി എടുത്തോ. എടാ ആരുമില്ല, എടാ ഉള്ളു കയറിയോ? സോറി.
നടക്കാം നീക്കിക്കോ പോയിക്കോ ചെറു പോയിക്കോ എടുത്തോ അതല്ല നിങ്ങളോട് കളിച്ചണോ ചോദിച്ചാൽ ഇവിടെ പിന്നെ നിങ്ങൾ എന്തൊക്കെ കാട്ടുക കളിച്ചാൽ കാല് ഭയങ്കര പൊള്ളലാണ് പൊള്ളുണ്ടോ അതിൻ്റെ അമ്മ ഞങ്ങൾക്ക് തന്നെ കാര്യം ചവിട്ടപ്പോ എങ്കിൽ ഒന്ന് കുറച്ചേരം പോയി നോക്കി അപ്പൊ പേടിപ്പിച്ചൊക്കെ ചെയ്യും എന്താ പറയാ ചീത്തൊക്കെ പറയുള്ളൂ തല്ലൊന്നുമില്ല ചീത്തൊക്കെ പറയുള്ളൂ ക്ലാസ്സിൽ നിപ്പിച്ചൊക്കെ ചെയ്യും സാർ നല്ല പാവാണ് ഞങ്ങൾ നിർത്തിപ്പിച്ച് മാത്രമേ ഉള്ളൂ സാർ നല്ല പാവാണ് ഞങ്ങൾ നിർത്തിപ്പിച്ച് മാത്രമേ ഉള്ളൂ അത് ചീത്ത അറിയണമെന്നില്ലേ ചീത്ത അടിച്ചൊന്നുമില്ല ഇല്ല അത് വെറുതെ മേശമായിട്ട് കൊട്ടും എനിക്ക് എന്താ പറയണ്ടേ എനിക്കറിയില്ല എന്ത് എന്താ പറയുക സാധനം നല്ല ദേഷ്യമൊക്കെ ആണ് എന്തെങ്കിലും എന്താ പറയുക കൊടുത്തിക്കോട്ടെ എന്തൊക്കെ ഉണ്ട് ദേഷ്യം കുലിക്കണാണ് കുലിക്ക് അവസാനം ഇതിനെ വയ്യ പിന്നെ ഞങ്ങൾ എല്ലാം പറഞ്ഞത് കേൾക്കും സാർ ഞങ്ങളെല്ലാം പറഞ്ഞത് അനുസരിച്ച് സാറ് ഞങ്ങൾ പറഞ്ഞൊക്കെ കേൾക്കും മഞ്ജു വാങ്ങി തരാൻ പറഞ്ഞപ്പോ മഞ്ജു വാങ്ങി തന്നത് സാറിന്റെ വീട്ടിൽ കയറാൻ പറഞ്ഞപ്പോ വീട്ടിക്ക് ഞങ്ങൾ കൊടുന്ന് പിന്നെ ടർഫ് കൊണ്ടുവരാൻ പറഞ്ഞപ്പോ ടർഫ് കൊടുന്ന് പിന്നെ അത്രേ ഉള്ളൂ രക്ഷത്താത്ത എന്താ ഞങ്ങളെല്ലാ സ്കൂൾക്ക് വരും ഞങ്ങള് സ്കൂള് മാറിയ സ്കൂൾക്ക് വരുമോ ആ സ്കൂൾക്ക് വരുമോ രക്ഷത്താത്ത എനിക്കൊന്നുമില്ല നഷ്ടത്താത്ത സൂപ്പറാ ചീത്തൊന്നും പറയില്ല കേട്ടോ ഗൈസ് ബാസി സാറിന്റെ കാട്ടിൽ നല്ല നശ്വതാത്തയാണ് കേട്ടോ ബാസി സാറിന്റെ കാട്ടില് ബാസി സാറിന്റെ കാട്ടില് നല്ലത് നശ്വതാത്തയാണ് ബസ്സാർ പാവാണ് കേട്ടോ നശ്വതാത്ത ഐ.ടി. കാർഡ് സൂപ്പറാണ് നശ്വതാത്താനെ കാണിച്ചെടുത്താ നശ്വതാത്താനെ പിന്നെ പറയാനുള്ളത് ബസ്സാറ് നശ്വതാത്താനേ ഉള്ളൂ ആർക്കെങ്കിലും ബാസിസാറെ കാണാല്ലോ ഒരു സാറിന്റെ വീട്ടിൽ വന്നോളി കേട്ടോ അപ്പൊ നമ്മള് കളിയൊക്കെ കഴിഞ്ഞ് വന്നു കേട്ടോ അല്ലേ ഇറങ്ങിക്കോളി ജയിച്ചിട്ടില്ല കേട്ടോ സമനിലയാണ് ഇറങ്ങി മക്കളെ ഇറങ്ങി അപ്പൊ നമ്മൾ ടെറസിലൊക്കെ പോയെന്നല്ലേ അപ്പൊ ഞങ്ങള് വൈകുന്നേരം ഇപ്പൊ സമയത്തിനായി 5:30 അല്ലേ 5:30 ആയി ഒരു 6:30 ആകുമ്പോഴത്തേന് ഞങ്ങൾ സ്കൂളിലേക്ക് എന്ത് ചെയ്യും തിരിച്ചെത്തും അല്ലേ അപ്പൊ നിങ്ങളെ രക്ഷിതാക്കളൊക്കെ വിളിക്കണ്ടേ എപ്പോഴും എത്ര ഇന്നിവിടെ കൂടിയാണെന്നൊക്കെ ചോദിക്കണ്ടേ എന്താ പറയണ്ടേ ഇന്നിവിടെ എക്കണോ നമുക്കൊരു കാര്യം ചെയ്യാം ഇനി നോമ്പൊക്കെ കഴിയട്ടെ വെക്കേഷൻ ആവട്ടെ എന്നിട്ട് നമുക്ക് ഒരു ദിവസം പറ്റുമെങ്കിൽ എന്ത് ചെയ്യാം പറ്റുമെങ്കിൽ നമുക്ക് ഒരു ദിവസം കൂടി വരാം കേട്ടോ നമുക്ക് നോക്കുക ഓക്കെ നിൽക്കാനില്ലേ ആയിക്കോട്ടെ ഞങ്ങളെ അമ്മമാരോടൊക്കെ ഞാൻ പറയട്ടെ കേട്ടോ ഇനി ഒരു ദിവസം നിൽക്കണം പറഞ്ഞിരിക്കണം അപ്പം നമുക്ക് പറ്റുമെങ്കിൽ ഇന്നല്ല അപ്പം നമുക്ക് പറ്റുമെങ്കിൽ ഒരു ദിവസം നിൽക്കാം നിങ്ങൾ ഹാപ്പി അല്ലേ നിങ്ങൾ പറഞ്ഞ എല്ലാ കാര്യവും ചെയ്തു തന്നില്ലേ ഓക്കെ ഇനി നമുക്ക് ചായ കുടിച്ചിട്ട് മെല്ലെ അങ്ങനെ പോയേക്കാം കേട്ടോ എവിടെ പെൺകുട്ടികളോടെ അപ്പം നമ്മൾ പോലെ എന്നാ
അപ്പൊ ഞങ്ങള് എന്നാ പോവാട്ടോ. ഇനി എന്താ ഇപ്പം ഞാനും പോരാ. അപ്പൊ നിങ്ങൾ ഹാപ്പി അല്ലേ? അപ്പൊ നമുക്ക് ഇന്ന് ബിരിയാണി ഒക്കെ ഉണ്ടാക്കി തന്നെ ഉമ്മേട്ടോ. അപ്പൊ ഇനി ഒരാഗ്രഹം പറഞ്ഞാൽ നിക്കണം എന്നാണ്. അപ്പൊ നമുക്ക് എന്തെങ്കിലുമൊക്കെ പറ്റുകയാണെങ്കിൽ നമുക്ക് ഒരു ദിവസം എന്ത് ചെയ്യാ നിക്കാം അല്ലേ? നമുക്ക് നോക്കാം. സ്കൂളിൽ പോകുമ്പോ ഞാൻ അവിടെ ഉണ്ടാവില്ല, അതാണ് പ്രശ്നം. എന്നാ പോവാട്ടോ. എന്നാ പോട്ടെ അമ്മ എല്ലാരും. രാവിലെ ഇരുന്ന് അതേപോലെ ഇരിക്കുക. രാവിലെ ഇരുന്ന് അതേപോലെ. വലൈക്കും സ്ലാം.